ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബിജു അർജുൻ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വർക്കിനെത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്തുള്ള ഏഴംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇതൊരു വലിയ വീടാണ്. ഇവിടെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ കറണ്ട് ചാർജ് കൂടുതലാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ 5 കിലോ വാട്ടിൻ്റെ ഒരു ഓഫ് ഗ്രിഡ് സോളാർ ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഡെയിലി ഒരു 12 യൂണിറ്റൊക്കെയാണ് ഇവിടെ ഉപയോഗം വരുന്നത്. അതായത് 5 കിലോ വാട്ടിൻ്റെ ഒരു ഓഫ് ഗ്രിഡ് സോളാർ ചെയ്തിട്ട് അവർക്കത് വലിയ ഉപയോഗം വരുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയ ഗുണം കിട്ടുന്നില്ലെന്നാണ് ഇവരുടെ ഒരു പരാതി. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ വീടിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എർത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എർത്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എർത്ത് പിറ്റിൽ നിന്നും 5 മീറ്റർ അകലെ ഒരു സ്പൈക്ക് അടിച്ചിട്ടുണ്ട്. അതുപോലെ 10 മീറ്റർ അകലെ നമ്മളൊരു സ്പൈക്ക് അടിച്ചു. അതിനുശേഷം നമ്മൾ ആ സ്പൈക്കിൽ നിന്നും വയറുകൾ നമ്മൾ മീറ്ററിനടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എർത്ത് ടെസ്റ്റ് എടുത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റീഡിങ് നോക്കണം. നമ്മൾ 5 മീറ്ററിൻ്റെയും 10 മീറ്റർ അകലത്തിലുള്ള സ്പൈക്കിൽ നിന്നും വയറുകൾ കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് മീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എർത്ത് പിറ്റിൽ നിന്നും വരുന്ന കോപ്പറിൽ നമ്മൾ വയർ കണക്ട് ചെയ്തു. അതിൻ്റെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ റീഡിങ് എടുക്കണം. റീഡിങ് എടുക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ആ വീട്ടുകാരുണ്ട്, അവരെ കൂടെ നമുക്ക് ബോധ്യപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ആ റീഡിങ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 10 ഓമാണ് നമുക്ക് അതിനൊരു റീഡിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് അത്യാവശ്യം മോശമല്ലാത്തൊരു എർത്തിങ് എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മൾ DB ചെക്ക് ചെയ്യുകയാണ്. DB ചെക്ക് ചെയ്യുന്നത് ആ ഒരു ലീക്കേജ് കറണ്ടിനുള്ള സാധ്യത എവിടെയാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വലിയ ഒരു പ്രതിസന്ധി നമ്മൾ നേരിട്ടായിരുന്നു കേട്ടോ. ഈ വർക്ക് ചെയ്ത സമയത്തല്ല, വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ്. അതും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞങ്ങ് പോകാം. കാരണം ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ഇലക്ട്രീഷ്യന്മാർ നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ അങ്ങനെ സംഭവിച്ച ഒരു സാഹചര്യമാണിത്. കൂടുതലും നമ്മുടെ ഇലക്ട്രീഷ്യന്മാർ നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓപ്പോസിറ്റായിട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സമയത്തൊന്നും ഇലക്ട്രീഷ്യനെ, ഞാൻ ഈ കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്യാൻ ചെല്ലുന്ന സമയത്തൊന്നും ഇലക്ട്രീഷ്യനെ അവിടെ കണ്ടില്ല. അതിനുശേഷമാണ് ഇലക്ട്രീഷ്യൻ്റെ ചില അഭിപ്രായങ്ങൾ പുറത്ത് വന്നതായിട്ട് എനിക്കറിയാം. അത് നല്ല വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇത് പബ്ലിഷ് ചെയ്യാതെ വെച്ചിരുന്നതാണ്. ഈ ടെസ്റ്റിങ്ങിന് പോയ കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാതെ വെച്ചിരുന്നതാണ്. എങ്കിലും ഇത് പുറത്ത് പറയേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ മറ്റൊരാളുടെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറി നിൽക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ മെയിൻ പ്രശ്നം ട്രിപ്പിംഗ് ആണെന്ന് പറഞ്ഞു. ഒന്നാമത് ട്രിപ്പിംഗ്, രണ്ടാമത്തത് കറണ്ട് ചാർജ് കുറയുന്നില്ല. ഇതിന് രണ്ടിനും വ്യക്തമായ കാരണം നമ്മൾ ആ വീട്ടുകാരെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സ്റ്റെയർ റൂമിന്, അല്ലെങ്കിൽ ഈ സ്റ്റെയറിന് അടിയിലാണ് നമുക്ക് DBകളെല്ലാം ഇരിക്കുന്നത്. അവിടെ കയറിയിരുന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ DB അഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ മൊത്തത്തിൽ 3 DB ഉണ്ട്. ഒന്നൊരു മെയിൻ DB ആണ്. അതിനകത്ത് അതൊരു വെർട്ടിക്കൽ DB ആണ്. അതിനകത്തൊരു MCCB വന്നിട്ടുണ്ട്. അതിൽ നിന്നും സർക്യൂട്ടുകളായിട്ട് ഒരു 3-4 3 പോൾ MCB ഒക്കെ കൊടുത്തിട്ടാണ് സർക്യൂട്ട് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തടുത്ത് 2 DBയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു പവർ DB ആയിട്ടും ഒരു ലൈറ്റ് DB ആയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ DBകൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂട്രലെല്ലാം നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്തു. അപ്പോൾ ന്യൂട്രൽ എല്ലാം നമ്മൾ ന്യൂട്രൽ ബാറിൽ നിന്നും അഴിച്ച് നിർത്തിയിട്ട് നമ്മൾ മെഗർ ടെസ്റ്റ് നോക്കി. ആദ്യം നമ്മൾ ചെയ്തപ്പോൾ മെഗർ വാല്യൂ കുറവാണ്. അപ്പോൾ എവിടെയാണ് ഈ മെഗർ വാല്യൂ കുറവ് കിട്ടുന്നതെന്ന് അറിയാനായിട്ട് നമ്മൾ ന്യൂട്രൽ ബാറിൽ നിന്ന് എല്ലാ വയറുകളും അഴിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫേസിൽ എല്ലാ റീഡിങ് നമ്മൾ എടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഫേസ് ന്യൂട്രലും കൂടെ ലിങ്ക് ചെയ്തിട്ട് എർത്ത് വയറുമായിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ പല മീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, മെഗർ ഉപയോഗിക്കുന്നുണ്ട്, ക്ലാമ്പ് മീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു ജോലിയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മെഗർ വെച്ചിട്ടാണ് നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നോക്കേണ്ടതെങ്കിലും ചില ഘട്ടങ്ങളിൽ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കാറുണ്ട്. കാരണം അവിടുത്തെ റെസിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ, മെഗർ വാല്യൂ വളരെ കുറവാണെങ്കിൽ അത് എത്ര കിലോ ഓമിലാണ് കിട്ടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊരു വയർ നമുക്ക് ലീക്കേജ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലായി. ഇത് DBയിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കും, ഡൈനിങ് ഹാളിൽ നിന്ന് മെയിൻ ഹാളിലേക്കും അങ്ങനെ 1-2 ബോക്സുകൾ വഴി ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ട്രേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ DBയിൽ നിന്നും ഒരു ലീഡ് വയർ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്വിച്ച് ബോർഡും നോക്കുന്നത്. ഇവിടെയൊക്കെ
ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പോൾ അവസാനം വന്നിട്ട് നമ്മൾ ചെയ്തത് ഒന്നും അല്ല എന്ന് പറയുന്ന ചില ഇലക്ട്രീഷ്യന്മാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ ആരാണെന്നോ അദ്ദേഹത്തെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഞാൻ പോകുന്ന മിക്കയിടത്തും നമ്മളത് ചെയ്യാറുണ്ട്. കാരണം അവിടുത്തെ ഇലക്ട്രീഷ്യനെ കൂടെ വിളിച്ച് നിർത്താൻ പറയും. ആ വീട്ടിലെ കംപ്ലൈൻറ്റുകൾ പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണത്. പക്ഷേ ഇവിടെ ഇലക്ട്രീഷ്യൻ നേരിട്ടില്ലായിരുന്നു. നമുക്ക് ഇങ്ങനെ ലീക്കേജ് തോന്നിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂറ്റി വെച്ച് കണ്ടുപിടിച്ച് വരികയാണ്. അപ്പോൾ ഈ ഡി ബിയിലൊക്കെ കണക്ഷൻസ് എല്ലാം നല്ല പ്രോപ്പർ കണക്ഷനാണ്, വയറിംഗ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ലീക്കേജ് വന്നത് എന്തുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ട്രിപ്പിങ്ങിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല, അത് ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് കറണ്ട് ചാർജ് കൂടാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് ചെയ്തിട്ട് ഗുണമില്ലാത്തത് എന്താണ്, ഈ ട്രിപ്പിങ്ങിന് കാരണം എന്താണെന്ന് ഈ ട്രിപ്പിങ്ങിന് കാരണം എന്താണെന്നും ഒക്കെ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അവിടെ വെച്ച് തന്നെ, ആ വീട്ടിൽ വെച്ച് തന്നെ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അല്ല, അത് കറണ്ട് കൂടാനുള്ള കാര്യമല്ല, കറണ്ട് കൂടാനുള്ള ഒരു കാര്യമല്ല, അല്ലാതെ ട്രിപ്പിങ്ങിന്റെ സോളാർ കഴിഞ്ഞിട്ട് പിന്നെ 12 യൂണിറ്റൂടെ ചിലവാകുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. നമ്മൾ ശരിക്കും അവിടെ കിട്ടുന്ന അത്രയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ആവശ്യത്തിനോട് ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ അത് ചെയ്യണമെങ്കിൽ കുറച്ച് വർക്കുകളുണ്ട്. കുറച്ച് വർക്ക് എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ ഈ ലൈറ്റ് ലോഡുകളും പവർ ലോഡുകളും തരംതിരിക്കണം. അതിലിപ്പോ പ്രത്യേക ഡി വി വെച്ചിരിക്കുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി കിടക്കുക. 3 ഡി വി ഉണ്ടെന്നേ ഉള്ളൂ, മിക്സ് ആയി കിടക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം അറേഞ്ച് ചെയ്യണം. ലോഡുകൾ, ലൈറ്റ് ലോഡുകളും പവർ ലോഡും സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ലൈറ്റ് ലോഡ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് ഇൻവെർട്ടറിനകത്ത് നമ്മുടെ സോളാർ ഉണ്ടല്ലോ, അതിനകത്ത് കൊള്ളിക്കാൻ എത്ര കണക്ട് ലോഡ് കൊള്ളിക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് അതിനെല്ലാം കൂടെ നമ്മൾ പവർ ലോഡ് തന്നെ പവർ ലോഡ് ഒഴിവാക്കിയിട്ട് ലൈറ്റ് ലോഡുകളെല്ലാം കൂടെ എല്ലാം നമുക്ക് അതിന് കൊള്ളിക്കാൻ പറ്റുമെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് നമുക്ക് അത്യാവശ്യം എല്ലാം കൂടെ അതിനോട് മാറ്റം വരുത്തേക്ക് നമുക്ക് ഈ കറണ്ട് ചാർജ് കുറയും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ലക്ഷങ്ങൾ മുടക്കി ആ ഇൻവെർട്ടർ വെച്ചതിന്റെ ഗുണം കിട്ടുന്നില്ല നമുക്ക്. അത് നല്ല ഒരു 1-2 ദിവസത്തെ വർക്കായിട്ട് അത് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം ഉണ്ടാകും. അപ്പോൾ എങ്കിലേ ആ സോളാർ ചെയ്തുകൊണ്ട് നല്ല ഗുണം കിട്ടത്തുള്ളൂ. ഇവിടുത്തെ വയറിംഗ് പരിശോധിച്ചതിൽ നിന്നും RCC ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിംഗ് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തി. അത് നമ്മുടെ ഹാളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന, ഗേറ്റിലേക്ക് പോകുന്ന വയറുകൾ മണ്ണിനടിയിൽ കൂടെയാണ് പോയിരിക്കുന്നത്. അതിന് പറ്റിയ ഡാമേജ് ആണെന്ന് നമ്മളത് കണ്ടെത്തി കൊടുത്തു. അത് മാറ്റി സ്ഥാപിക്കണമെന്നും അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു സർക്യൂട്ട് ചെയ്യണമെന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ആ വീട്ടുകാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു. എങ്കിൽ മാത്രമേ ട്രിപ്പിംഗ് ഒഴിവാകുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രിപ്പിങ്ങിൻ്റെ ഈ ഒരു ലീക്കേജ് കിടക്കുന്നിടത്തോളം നമ്മൾ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ട്രിപ്പാവാൻ സാധ്യതയുണ്ട്. മിക്സി ഉപയോഗിക്കുമ്പോഴും അങ്ങനെയൊക്കെ ട്രിപ്പാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇവർ ഈ വയർ മാറ്റി സ്ഥാപിക്കുന്നതിനും ഒന്നും മുൻകൈ എടുത്തില്ല. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് പോയതിനു ശേഷം ഇലക്ട്രീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം അവർ അതിനെപ്പറ്റി യാതൊന്നും ചെയ്യാതെ തന്നെ നമ്മളെ പല പ്രാവശ്യം പിടിച്ചിട്ട് ഇങ്ങനെ മിക്സി ഓൺ ചെയ്യുമ്പോൾ ട്രിപ്പ് ആവുന്നു, മോട്ടർ ഇടുമ്പോൾ ട്രിപ്പ് ആവുന്നു. ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ ഈ വയറിൻ്റെ പ്രശ്നം പരിഹരിച്ചോ അല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിച്ചോ, അത് ഡിസ്കണക്ട് ചെയ്തോ? ഇല്ല. പക്ഷേ അതൊന്നും ചെയ്യേണ്ട, ഇലക്ട്രീഷ്യൻ പറഞ്ഞു അതൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അല്ലാതെ വയറിങ്ങിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ ചെയ്തതിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഇലക്ട്രീഷ്യന്മാർ ഇങ്ങനെ നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. എങ്കിലും നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കറണ്ട് ചാർജ് കൂടാനുള്ള കാരണം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ട്രിപ്പിങ്ങിനുള്ള കാരണം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതവർ കൃത്യമായി ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ അവിടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ നല്ല വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ ഇനിയും കാത്തിരിക്കുക. നന്ദി.